Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University and myself Peri Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. This session we are going to discuss a new topic, that is social institutions, groups and system. And let's see what is social institution in detail. First we discuss an institution. That is, society is a network of social relationships which are regulated by a set of social rules. So these socially approved usages and procedures help man not only to achieve his own ends but also to act for the welfare of society as a whole. So an institution is an organized system of social relationship which embodies certain common values and procedures and meets certain basic needs of the society. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം അല്ലേ. ഒരു സൊസൈറ്റി ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിച്ച് ആർ റെഗുലേറ്റഡ് ബൈ സെറ്റ് ഓഫ് സോഷ്യൽ റൂൾസ് ഇല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു വാട്ട് ഈസ് സൊസൈറ്റി, ഒരു ബിസിനസ്സും സൊസൈറ്റി എല്ലാം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാർ തമ്മിൽ പരസ്പര ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം? അത് ഒരു സെറ്റ് ഓഫ് സോഷ്യൽ റൂൾസ്, ആർക്കും എങ്ങനെയും പെരുമാറാമെന്നല്ല, പകരം ഒരു സോഷ്യൽ റൂൾസ് അവിടെ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസിലൂടെ നമ്മൾ പരസ്പരം എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതിനെയാണ് നമ്മളെപ്പോഴും സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ദീസ് സോഷ്യലി അപ്രൂവ്ഡ് യൂസേജസ് ആൻഡ് പ്രൊസീജിയർ help man not only to achieve his own ends but also to act for the welfare of society. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഓരോരുത്തരും ഇല്ലേ, നമ്മൾ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തി, നമ്മളൊരു വ്യക്തിയെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു നേട്ടവും കൂടെയാണ് ഇല്ലേ, ഒരു സൊസൈറ്റിക്ക് ഒരു സഹായം. അപ്പോൾ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊരു സൊസൈറ്റിയുടെ വെൽഫെയറിനും കൂടെ ഉള്ളതാണ് ഇല്ലേ, ഒരു ക്ഷേമത്തിനും കൂടെ ഉള്ളതാണ്. അപ്പം എന്ത് കാര്യം നമ്മൾ ഇല്ലേ ചെയ്യുമ്പോഴും അത് നമ്മളുടെ നേട്ടത്തിലുപരി സൊസൈറ്റിക്ക് ഒരു നേട്ടമായി മാറുന്നു. സോ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നപ്പം സൊസൈറ്റിയെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് സോഷ്യൽ relationship which embodied certain common values and procedures. അപ്പം അതൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് ആകണമെങ്കിൽ ഇപ്പം നമ്മൾ ഓരോരുത്തരും സൊസൈറ്റിയുടെ ഭാഗമാണ്. നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി പല ആൾക്കാരുമായിട്ട് നമ്മൾ മിക്സപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഉണ്ടാവേണ്ട ഒരു കോമൺ വാല്യൂസ്, ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. ആൻഡ് മീറ്റ് സർട്ടൺ ബേസിക് നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? സൊസൈറ്റിയുടെ പല ആവശ്യങ്ങളെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ നീഡ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് ഇസ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷൻ, തേർഡ് ഇസ് കിൻഷിപ്പ് സിസ്റ്റം, ഫോർത്ത് ഇസ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിഫ്ത്ത് ഇസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, then economic institution and the last is educational institution. അപ്പം ഈ പറഞ്ഞ എല്ലാം തന്നെ എന്താണ്? സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പം ഇതിലെല്ലാം ഇപ്പം ഈ പറഞ്ഞ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ഇതിനെല്ലാം നമുക്ക് എന്താണ്? ചില കോമൺ വാല്യൂസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇല്ലേ. ഓരോ ജാതിക്കാർക്കും ഇപ്പോൾ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഓരോ ജാതി റിലീജിയസുകാർക്കും അവരുടേതായ കൾച്ചറൽസ് ഉണ്ടല്ലേ, അതനുസരിച്ചാണ് അത് നടത്തുന്നത്. അപ്പം സൊസൈറ്റിയുടെ ഭാഗമാണെങ്കിൽ അവിടെ ഒരു കോമൺ വാല്യൂ ഉണ്ടാവണം, പ്രൊസീജിയർ ഉണ്ടാവണം, അതനുസരിച്ചാണ് നമ്മൾ ഇതെല്ലാം മുന്നോട്ട് നീക്കുന്നത്. സോ ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ഇൻ എ കൾച്ചറൽ സിസ്റ്റം and tend to support one another. That is, family institution has support other institution like economy or the agriculture. അപ്പം ഈ പറഞ്ഞ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവരെല്ലാം ഇൻ്റർ കണക്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നു. So all the institutions are related to each other in a cultural system and tend to support one another. And so all the institutions are also interrelated. So change in one affect the other in continuous cause and effect relationship. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഒന്നൊന്നിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടായാൽ
അതും മറ്റൊന്നിനെ ബാധിക്കും. അപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരുപോലെ തന്നെ അതിനെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. So here we can say that an institution is an organized system of social relationship which embodies certain common values and procedures and meets certain basic needs of the society. I hope you are clear with the point. So first we can discuss the marriage institution. So marriage is an institution which admits men and women to family life. So marriage consists of the rules and regulations which define the rights and duties of husband and wife with respect to each other. So the main objectives of marriage are almost same in different society. But the main objective of marriage depend upon the nature of social setup and accordingly priorities are fixed. So the main objective of marriage in India are performance of religious duties, formation of a family, satisfaction of sex, then pregnancy, that is to get offsprings, especially son. Then on the basis of number of spouse, there are mainly 3 forms of marriage, that is monogamy, polygamy and the group marriage. So it says that it is an institution which admits men and women to family life. നമുക്കറിയാം അല്ലേ, ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അല്ലേ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു men and women. So marriage consists of the rules and regulation which define the rights and duties of husband and wife with respect to each other. അല്ലേ, അപ്പോൾ ഒരു മാരേജ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ, അതായത് ഒരു ഹസ്ബൻഡ് ചെയ്യേണ്ട ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ഒരു വൈഫ് എങ്ങനെ ആയിരിക്കണം, അപ്പോൾ രണ്ട് പേർക്കും അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാരേജ് ആർ ഓൾമോസ്റ്റ് സെയിം ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റി. And so the main objective of marriage depend upon the nature of social setup, accordingly priorities are fixed. ഇല്ലേ, അപ്പോൾ ഒരു സൊസൈറ്റിയുടെ കേസിൽ നമ്മൾ മാരേജ് എടുക്കുമ്പം ഏത് റിലീജിയൻ, ഈ സൊസൈറ്റിയുടെ ഏത് ഭാഗത്തേക്ക് ചെന്നാലും ആൻഡ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെൻ ആൻഡ് വിമൻ ഇല്ലേ ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുന്നു, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, ഒരുപോലെ തന്നെയാണ്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ മാരേജ് ഇൻ ഇന്ത്യ അല്ലേ, ഇന്ത്യയിൽ നമ്മുടെ വിവാഹങ്ങൾക്ക് ഓരോയുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒന്ന് പെർഫോമൻസ് ഓഫ് റിലീജിയസ് ഡ്യൂട്ടീസ് അല്ലേ, നമ്മൾ ഓരോരുത്തരുടെയും റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളല്ലേ, നമ്മുടെ വിവാഹം എന്ന് പറയുന്നതിന് ഓരോ റിലീജിയന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില പെർഫോമൻസ് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ, അപ്പം പെർഫോമൻസ് ഓഫ് റിലീജിയസ് ഡ്യൂട്ടീസ് അത് നമ്മൾ ചെയ്തിരിക്കണം. ദെൻ പെർഫോമേഷൻ ഓഫ് ഫാമിലിയിൽ ഒരു കുടുംബം രൂപപ്പെടുത്തുക, പിന്നെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രോഗ്രസീവ്, അതുപോലെ തന്നെ എന്താണ് ഒരു സ്പൗസ് ഇല്ലേ, ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് സ്പൗസ്. ഇപ്പോൾ ചിലപ്പം എന്താണ് നമുക്ക് തന്നെ അറിയാം ഇല്ലേ, ചില മതസ്ഥർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹം ആകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മാരേജിനെ നമ്മൾ 3 ഫോംസ് ആയിട്ട് പറയുന്നുണ്ട് ഇല്ലേ, അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, പറയുന്നത് ഒന്ന് മൊണോഗമി, ഒന്ന് പൊളിഗമി ആൻഡ് ദി ഗ്രൂപ്പ് മാരേജ്, അങ്ങനെ 3 രീതിയിലാണ്. അപ്പം നമ്മൾ അല്ലാതൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ടൈപ്സ് ഓഫ് മാരേജസ് നമുക്കുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു കോമൺ സ്റ്റഡി എന്ന രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഒരു മൊണോഗമി. മൊണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് മാരിങ് ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീങ് മാരീഡ് ടു വൺ പേഴ്സൺ അറ്റ് എ ടൈം. അപ്പം ഒരു വ്യക്തിയെ ഒരു സമയത്ത് ഒരു വ്യക്തിയെ മാത്രം കല്യാണം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മാരേജ് കോൺസെപ്റ്റ് 1 എന്ന് പറയുന്ന റേഷ്യോയിൽ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് മൊണോഗമി എന്ന് പറയുന്നത്. ഈ സെക്കൻഡിലേക്ക് വരുമ്പം ഒരു പൊളിഗമി ഇല്ലേ, പൊളിഗമി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ മാരിങ് മൾട്ടിപ്പിൾ സ്പൗസസ് ടു ഇല്ലേ, ഒരു മൾട്ടിപ്പിൾ സ്പൗസ്. അപ്പം സോഷ്യോളജിസ്റ്റ് അതിന് കൊടുക്കുന്നൊരു പേരാണ് പൊളിഗമി, അതായത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ സ്പൗസ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരാൾക്ക് തന്നെ 2-3 ഭാര്യമാർ വരിക, അപ്പോൾ അല്ലെങ്കിൽ അല്ലേ ഒരു സ്ത്രീക്ക് തന്നെ 2-3 പുരുഷന്മാർ വരിക, അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റൈൽ ഇല്ലേ, അതിനെയാണ് നമ്മൾ പൊളിഗമി. അപ്പോൾ സോഷ്യോളജിസ്റ്റ് അതിനെ വിളിക്കുന്നതാണ് പൊളിഗമി എന്ന്. പിന്നെ ഒരു ഗ്രൂപ്പ് മാരേജ് എന്ന് പറയാറുണ്ട് അല്ലേ, ഇതിന് വലിയ പ്രസക്തി ഇല്ല. പണ്ട് ഒരു 74 അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു അതിന്, ഗ്രീക്കിലൊക്കെയാണ് ഇങ്ങനൊരു സ്റ്റൈൽ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അറേഞ്ച്മെൻറ്റ് where there are 3 or more adults living
ടുഗദർ അല്ലെങ്കിൽ എങ്ങനെയാണ് ലിവിങ് ടുഗദർ ഓൾ കൺസിഡർ ദംസെൽഫ് ആസ് പാർട്ട്ണർ ഷെയറിങ് ഫിനാൻസ് ചിൽഡ്രൻ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി എക്സെട്ര അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 3 or more അല്ലേ മോർ അഡൾട്ട്സ് അല്ലേ ലിവിങ് ടുഗദർ ആൻഡ് ദേ കൺസിഡർ ദംസെൽഫ് ആസ് പാർട്ട്ണർ ഷെയറിങ് ദെയർ ഫിനാൻസ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അങ്ങനെ വരുന്നതിന് നമുക്ക് ഗ്രൂപ്പ് മാരേജ് എന്ന് പറയാം. അപ്പോൾ ഇതിലൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട, നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, മാരേജ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, നമുക്ക് എല്ലാവർക്കും തന്നെയാണ്, ഓരോരുത്തരുടെ റിലീജിയന് ഓരോ സ്റ്റൈലാണ്. അപ്പോൾ അതിനെ നമ്മൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് മാരേജ് റിമൈൻസ് സെയിം ഈവൻ ഇൻ ദ ഡേറ്റ് ഓഫ് ടുഡേ. What need to given priority is that marriage is a social institution which results in the multiplication of people, settled life ആൻഡ് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. അപ്പം ഏത് സൊസൈറ്റിയിലാകട്ടെ, ഏത് റിലീജിയനിലുള്ളവരാകട്ടെ, ഏത് ക്ലാസ്സിലുള്ളവരാകട്ടെ, അവിടെ എല്ലാം തന്നെ മാരേജ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അതുപോലെ വിച്ച് റിസൾട്ട്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പീപ്പിൾ, കുട്ടികളുണ്ടാകുക, അതിൻ്റെ പുതിയ തലമുറകൾ വരിക, അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പീപ്പിൾ. പിന്നെ ഒരു സെറ്റിൽഡ് ലൈഫ്, പിന്നെ അതുപോലെ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് ശരിക്കും നമ്മൾ മാരേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദ ടേം marriage institution. So next we can discuss the family. So here family is the basis of society which concern itself with love, sexual relationship, marriage, reproduction, maintenance, protection, socialization of the child and various other roles involved in the kinship organization. So the process of socialization begins with the family with the birth of a child. So the family is responsible for the child's ultimate behavioral pattern that any other single environmental factor. So in the modern civilized society, the process of child socialization has come to assume utmost importance. So the importance of childhood and the effect of home life on personality and character formation have been widely recognized. So the we feeling in the family is a helping agent in transforming the family attitudes and settlement in the child. So the family as one of the chief agency of social life is also required to perform സോഷ്യൽ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു പോർഷനാണ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ് അല്ലേ, ഒരു സോഷ്യൽ ഓർഗനൈസേഷനകത്ത് ഫാമിലി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്ന ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഓഫൺ റിഫേഴ്സ് ടു എ റിമാർക്കബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഫാമിലി എന്ന് പറയുന്നതിനെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് സൊസൈറ്റി വിച്ച് കൺസേൺ. അപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എന്താവും, അല്ലെങ്കിൽ മാരേജ്, റീപ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, സോഷ്യലൈസേഷൻ ഓഫ് ചൈൽഡ്, അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നതിനകത്ത് പറയുന്നത്. ആൻഡ് സോ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ബിഗിൻസ് വിത്ത് ദ ഫാമിലി ഓഫ് ദ ബർത്ത് ഓഫ് എ ചൈൽഡ് ഇല്ലേ. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിലൂടെയാണ് ഒരു പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഒരു ഫാമിലിയിൽ നടക്കുന്നത്. സോ ദ ഫാമിലി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ചൈൽഡ്സ് അൾട്ടിമേറ്റ് ബിഹേവിയർ പാറ്റേൺ ദാറ്റ് എനി അതർ സിംഗിൾ എൻവയോൺമെൻറ്റൽ ഫാക്ടർ. അപ്പോൾ ശരിക്കും ഒരു ഫാമിലിയാണ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അൾട്ടിമേറ്റ് ബിഹേവിയർ, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം രൂപപ്പെടേണ്ടത് എവിടെയാണ്, നമ്മുടെ ഫാമിലി. വേറെ എന്ത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെക്കാട്ടിയും കൂടുതൽ ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയുടെ അൾട്ടിമേറ്റ് ബിഹേവിയർ. ആൻഡ് സോ ദ വി ഫീലിംഗ് ഇൻ ദ ഫാമിലി ഈസ് ആൻ ഹെൽപ്പിംഗ് ഏജൻറ്റ് അല്ലേ. ഞാൻ എന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ, അതാണ് ഫാമിലി ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ് അല്ലെ കുട്ടിയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. So it is also recognized as an institution for the fulfillment of sexual needs through the husband and wife relationship. So in the real sense, family is the answer to some problems. And so the satisfaction of sex instincts makes for normal personality. Most society have set up rather elaborate safeguard to ensure that sexuality is kept within the bound. And so family as one of the chief agencies of social life is also required to perform social function. And so we can say in India
the family ties have been very strong. And the joint family system has been one of the characteristics of Indian social system, and its features are more less distinctive. I hope you are clear with the term family institution. So in simple we can say is that the process of socialization begins within the family with the birth of a child. The we feeling in the family is a helping agent in transmitting the family attitude and sentiment in the child. Clear with the point? Today we discuss the social institution and what is social institution and its classification. And the first two are discussed today, that is marriage institution and the family institution. And the balance portion we can discuss in the next section. I hope you all understood the portion. This is the end of today's session. Thank you.